മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ടൈമിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുറേ ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴാണ്. നിങ്ങളുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ നിങ്ങളുടെ കൂടെ ആണോ, എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ, സോ മദേഴ്സ് മദർ, ആ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോകുമ്പോഴും നമുക്ക് കുറേ ഓർമ്മകൾ ഉണ്ടാവും. നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവരാണ് ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള കുറേ ഓർമ്മകളാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയറ്റസ് ആണ്, കവിയത്രിയാണ്. അപ്പോൾ കവിയത്രിയുടെ ആ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറേ ഓർമ്മകളാണ് നമ്മൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓർമ്മകളിലേക്ക് പോകാം. ഡു യു റിമെമ്പർ ദ ഹെൽപ്പ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു വെർ എ ചൈൽഡ്? നിങ്ങളൊരു കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് മദർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഗ്രാൻഡ് മദേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും നമ്മളെ നോക്കുന്നത്. എല്ലാ ജോലികളൊക്കെ തീർത്ത് അമ്മ പോകുന്നു, തിരിച്ചു വരുന്നവരെയുള്ള കാത്തിരിപ്പ്, അതിനിടയിൽ കുട്ടിയായിരിക്കുന്ന നിങ്ങളെ നോക്കുന്നതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ഗ്രാൻഡ് മദർ ആയിരിക്കും അല്ലേ. കുറേ അനുഭവം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടാവും നമ്മുടെ ഗ്രാൻഡ് മദറിനെ റിലേറ്റ് ചെയ്തിട്ട്. വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹർ? എന്തൊക്കെ മെമ്മറീസ് ആണ് നിങ്ങൾക്കുള്ളത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവുക? ലൈക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് മദർ ഒരുപാട് പാട്ട് പാടി തരുന്നവരായിരിക്കും, കഥ പറഞ്ഞു തരുന്നവരായിരിക്കും. ഇപ്പോൾ ചോറ് കഴിക്കാനൊക്കെ മടിയൊക്കെ ആണെങ്കിൽ അവർ സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ വയറ് വിശന്നിരുന്ന അവർക്കാണ് ഏറ്റവും വിഷമം. അതുകൊണ്ട് എന്താണ്, എങ്ങനെയെങ്കിലുമൊക്കെ പുറകെ നടന്ന് നമ്മളെ തീറ്റിച്ച് ഫുഡ് തരിക എന്ന് പറയുന്നത് അതൊക്കെ അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സ്നേഹമയായ ഒരു വ്യക്തിയാണ് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. അപ്പം നിങ്ങളുടെ ഗ്രാൻഡ് മദർ, ഓരോ ഗ്രാൻഡ് മദറും വ്യത്യസ്തമാണ് അല്ലേ. ചിലർ കഥ പറയും, ചിലർ പാട്ട് പാടും, ചിലവർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ചിലവർ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റർ ദാൻ ദ സോഫ്റ്റസ്റ്റ്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ സമയം മിസ് ഇപ്പോൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചൊരു ഓർമ്മയൊക്കെ വന്നില്ലേ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ വായിക്കാൻ പോകുന്നത് നൗ ലെറ്റ്സ് റീഡ് ദ പോം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ്. അപ്പോൾ കമലാദാസ് എഴുതിയ പോമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കമലാദാസ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നില്ലെങ്കിൽ കുറച്ച് വേറെ അധികം പേരുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നന്നായിട്ട് ഓർമ്മ വരും. കമലാദാസിന് ഓർമ്മ വന്നോ? ഇതാണ് നമ്മുടെ ഓഥർ. ആക്ച്വലി ഞാൻ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോട്ടോ കൂടാതെ ഞാനൊരു 2 ഫോട്ടോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ വ്യക്തിക്ക് ഒരുപാട് രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മീൻസ് മതം മാറുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഫോട്ടോയിൽ കാണാം. ആളാദ്യം ഹിന്ദു ആയിരുന്നു, പിന്നെ മുസ്ലിം ആയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെടും. കമലാദാസ്, ഹസ്ബൻഡിൻ്റെ പേരോടുകൂടി കമലാദാസ് എന്നറിയപ്പെടും. മാധവിക്കുട്ടി എന്നുള്ള ആദ്യകാല നാമമുണ്ട്. അപ്പോൾ അങ്ങനെ 3 പേരുകളിലാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത്. അപ്പം ഈ 3 പേര് ചോദിച്ചാലും ഓഥറിൻ്റെ പേര് നിങ്ങൾ ഇതിൽ ഏതെഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ കമലാദാസ് എന്ന് എഴുതിയാലും കമല സുരയ്യ എന്ന് എഴുതിയാലും മാധവിക്കുട്ടി എന്ന് എഴുതിയാലും കറക്റ്റാണ്, ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജനിച്ചത് എപ്പോഴാണ്? 1934 ജനിച്ചു, 2009 മരിച്ചു. ഷി വാസ് നോൺ ബൈ ദ നെയിംസ് മാധവിക്കുട്ടി ആൻഡ് കമലാദാസ്. മാധവിക്കുട്ടിയും കമലാദാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കമല സുരയ്യ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്താണ്, മുസ്ലിം ആയ പിന്നെയാണ് കമല സുരയ്യ എന്ന പേര് സ്വീകരിക്കുന്നത്. ഷി വാസ് എ ഗിഫ്റ്റഡ് ബൈലിംഗൽ റൈറ്റർ ഹു കുഡ് ഡിലൈറ്റ് അവർ റീഡേഴ്സ് വിത്ത് ഹർ ഇൻഇമിറ്റബിൾ സ്റ്റൈൽ ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ആർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത, ഇമിറ്റബിൾ എന്ന് പറഞ്ഞാൽ ആർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഓഥർ ആയിരുന്നു കമല സുരയ്യ. ഓക്കെ, ബൈലിംഗലാണ്, 2 ലാംഗ്വേജസിൽ എഴുതാനുള്ള കഴിവ് അപാരമായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഏതെങ്കിലും റൈറ്റിങ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്രയും നല്ല ഭംഗിയായിട്ട് മറ്റൊരാൾക്ക് കോപ്പി അടിക്കാൻ പറ്റാത്ത. എനിക്കൊന്ന് മലയാളം മൂവിയൊക്കെ ഉണ്ട്, കമല സുരയ്യയുടെ മൂവിയുണ്ട്, മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു മൂവിയുണ്ട്. അപ്പോൾ ആ മൂവി കണ്ടാലും നമുക്ക് ആ പോയറ്റസിൻ്റെ ലൈഫ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ബൈലിംഗൽ റൈറ്ററാണ് കേട്ടോ. മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. ഷീ ഈസ് പോപ്പുലർ ആസ് എ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. പോയറ്റും ആയിരുന്നു, കവിത എഴുതുമായിരുന്നു, പിന്നെ എന്താണ്, ഷോർട്ട് സ്റ്റോറിയും എഴുതുമായിരുന്നു. ഷി വാസ് ദ റെസിപ്പിയന്റ് ഓഫ് അവാർഡ്സ് ലൈക്ക് എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് എക്സെട്ര. അപ്പോൾ 3
അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമിക്ക് അവാർഡൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. മൈ സ്റ്റോറി, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോംസ്, പത്മാവതി ദ ഹാർലറ്റ് ആൻഡ് അതർ സ്റ്റോറീസ്, മൈ മദർ അറ്റ് 66, എക്സെട്രാ, സം ഓഫ് ഹർ വർക്ക്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയേക്കണ കുറച്ച് വർക്ക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പേരിവിടെ പറഞ്ഞ് തന്നിട്ടുണ്ട്. മലയാളത്തിലുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ് കമല സുരയ്യയുടെ ഉള്ളത്. സമയം കിട്ടുന്ന പോലെ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. I received love. That woman died. The house withdrew into silence. Snakes moved among books. I was then too young to read and my blood turned cold like the moon. എന്താണ്? അപ്പം നമ്മൾ കവിതയിലെത്തി. എന്താണ്? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് ലൈൻ നോക്ക്. ഐ റിസീവ് ലവ്, ദാറ്റ് വുമൺ ഡൈഡ്. എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു. ഐ റിസീവ്ഡ്. ഓക്കെ, എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു. ദാറ്റ് വുമൺ ഡൈഡ്. ഏത് വുമണാണ് കവിയത്രി ഉദ്ദേശിക്കുന്നത്? ഏത് വുമണാണ്? ഗ്രാൻഡ് മദറിനെയാണ് ദാറ്റ് വുമൺ ഡൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ മരിച്ചു. എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു, ആ സ്ത്രീ മരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ഹൗസ് വിത്ഡ്രൂ ഇൻടു സൈലൻസ്, സ്നേക്ക് മൂവ്ഡ്. എന്താണ്? വീട് ആകെ ശ്മശാന മൂകതയിലാണ്ടുപോയിന്ന്. അതായത് വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ അവിടെ മൊത്തത്തിൽ എന്താണ്? ഭയങ്കര സൈലൻസാണ്. പിന്നെയോ സ്നേക്ക് മൂവ്ഡ് എമംഗ് ബുക്സ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. അപ്പോൾ എന്താണ് കവി അവിടെ പറയുന്നത്? ആ വീട്ടിൽ നിറച്ച് ബുക്കുണ്ട്. അപ്പോൾ ആ റൈറ്റിങ്ങിൻ്റെയും വായിക്കാനുള്ള ആ അഭിരുചിയൊക്കെ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും കിട്ടിയ. എന്തായാലും അമ്മയും പോയിട്ട് തന്നെയാണ് കേട്ടോ മാധവിക്കുട്ടിയുടെ. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ ഇതിൽ ഈ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വീട് ശ്മശാന മൂകതയിലാണ്. ഒപ്പം ബുക്കിൻ്റെ പുറത്തു കൂടിയൊക്കെ ആരാ പോകുന്നത്? സ്നേക്സ് ആണ് പോകുന്നത്. പാമ്പുകൾ എഴഞ്ഞ് നടക്കുവാണ്. കാരണം വീട്ടിൽ ആരും ഇല്ല. ഓക്കെ, വീട്ടിൽ ആരും ഇല്ല. എമംഗ് ബുക്സ്, ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ഇതൊന്നും വായിക്കാൻ എനിക്കന്ന് പ്രായമായിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ എനിക്ക് അക്ഷരാഭ്യാസമൊക്കെ പഠിച്ച് ഒരു ബുക്ക് വായിക്കണമെങ്കിൽ, നമ്മുടെ പഠിക്കുന്ന ബുക്ക് അല്ലാണ്ട് ഒരു പുറത്തുനിന്നുള്ള ഒരു ബുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ നല്ലോണം വായിക്കാൻ അറിയണം. അപ്പോഴാണ് നമ്മൾ അത്രയും റീഡിങ്ങിലോട്ട് ഇൻട്രസ്റ്റ് എടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഐ വാസ് ദെൻ ടു യങ്. അപ്പോൾ വായിക്കാൻ എനിക്ക് പ്രായമായിട്ടുണ്ടായില്ല. പ്രായമാവണം എന്ന് പറഞ്ഞാൽ പ്രായമാവണ്ട, പഠിക്കാൻ എഴുത്ത് വായന അറിഞ്ഞാൽ മതി. ആൻഡ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് എ മൂൺ. എൻ്റെ ബ്ലഡ് എങ്ങനെയായി എന്നാ പറയുന്നത്? മൂണിനെ പോലെ, ചന്ദ്രനെ പോലെ മാറി എന്നാ പറയുന്നത്. ഓക്കെ, ദ പോയറ്റ് ബിഗിൻസ് ബൈ ടോക്കിംഗ് അബൌട്ട് എ ഹോം വൺസ് ഫിൽഡ് വിത്ത് ലവ് വെർ ഷീ സ്പെൻഡ് എ ചൈൽഡ്ഹുഡ് വിത്ത് എ ഗ്രാൻഡ് മദർ. അപ്പോൾ പോയറ്റ് കവിത ആരംഭിക്കുന്നത് തന്നെ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ആ വീട്ടിൽ പണ്ട് ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം ഒരുപാട് സ്നേഹം അനുഭവിച്ച വീടാണ് എന്നാണ് കവിയത്രി പറഞ്ഞു വെക്കുന്നത്. Unfortunately, a grandmother is no longer alive and the house feels empty and lifeless without her. അപ്പം നിർഭാഗ്യവശാൽ എന്താണ്? ഇപ്പോൾ ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പില്ല അല്ലേ. ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ വീട് എന്തായി? ഭയങ്കര ശൂന്യമായി പോയി. ഫീൽസ് എംപ്റ്റി ആൻഡ് ലൈഫ്ലെസ്. ജീവനില്ലാത്ത പോലെ. ഒരു വീട്ടിൽ ഒരാളും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ആ വീടിന് തന്നെ, ആ വീട് ആക്ച്വലി ഒരു തിങ്ങാണ് എങ്കിൽ പോലും ആളും ഒച്ചയും അനക്കമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ബിക്കംസ് എ ലിവിങ് തിങ് അല്ലേ, ഒരു ലിവിങ് തിങ് ആവും. പക്ഷെ ഇവിടെ ഈ വീടെന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ്ലെസ് തിങ് ആവുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് ഹെർ, ഗ്രാൻഡ് മദർ ഇല്ലാതെ അതൊരു ജീവനില്ലാത്ത വസ്തുവായി മാറി എന്നാണ് കമല പറയുന്നത്. Grandmother also had books which she could not read as she was quite young and she would read stories for her. പോയറ്റ്, അതായത് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ കുറേ ബുക്ക് ഉണ്ടായിരുന്നു. ആ കുറേ ബുക്കൊന്നും വായിക്കാൻ ആർക്കും അറിയില്ലായിരുന്നു, കമലാ സുരയ്യക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ബുക്കൊക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു ഗ്രാൻഡ് മദർ ബുക്കൊക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു. ബട്ട് നൗ ദ സ്നേക്സ് ആർ മൂവിങ് ഓൺ ദോസ് ബുക്സ്. ഇപ്പോഴോ ആ ബുക്കിൻ്റെ പുറത്ത് കൂടെ സ്നേക്സ് ആണ് എഴഞ്ഞ് നടക്കുന്നത്. ഓൾ ദീസ് തിങ്സ് മേഡ് ദ ഹൗസ് ക്വൈറ്റ് ഹൊറിബിൾ ആൻഡ് ദ പോയറ്റ് ലൈക്ക് ദ മൂൺ ഇസ് ക്വൈറ്റ് അൺഹാപ്പി. അപ്പം എന്താ പറയുന്നത്? ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോയറ്റിന് ഭയങ്കര സങ്കടമായി. കാരണം പണ്ടൊരു നാളിൽ എന്താണ് ഏറ്റവും അധികം സ്നേഹം അനുഭവിച്ച ഒരു വീടിൻ്റെ ഒരു അവസ്ഥയാണ് കവിയത്രി പറയുന്നത്. അപ്പോൾ ഭയങ്കര ദുഃഖമായിട്ട് ഷീ ഈസ് നൗ വിത്തൗട്ട് എനി ലൈഫ് ആൻഡ് വാംത്ത്. മൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധികം ചൂടില്ല, ഒരുമാതിരി ഒരു കൂൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് മൂണിനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ലൈഫ് വിത്തൗട്ട് എനി ലൈഫ്, ജീവനില്ലാത്ത ഒരു പോലെ കമലാ സുരയ്യക്ക് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? How often I think of going there to peer through blind eyes of window or just listen to the frozen air.
or in wild despair pick an armful of darkness to bring it here to light. എന്താണ് പറയുന്നത്? How often I think of going. ഞാൻ ഏത് നേരവും എപ്പോഴും മിക്കപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണ്? അവിടെ പോവുക എന്നതാണ്. എന്തിനാ പോകുന്നേ? There to peer through the blind eyes of window. എന്തിനാണ്? വിൻഡോസിന്റെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കാനായിട്ട്. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുമ്പോൾ ജനലിന് കാഴ്ചകൾ കാണാനുള്ള കഴിവില്ല അല്ലേ? ജനൽ ഉണ്ടെന്നുണ്ടെങ്കിലും ജനലിൽ പാളിയുണ്ട്, തുറക്കാമെങ്കിലും എന്താണ്, ജനൽ ജീവനില്ലാത്ത വസ്തുവാണ്, അതിന് കണ്ണ് കാണാൻ വയ്യ. സോ ദാറ്റ് ഇസ് വൈ പേഴ്സോണിഫിക്കേഷൻ ഒരു കൊടുത്തിരിക്കുകയാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ അല്ലേ? ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. എന്തിനാണ്? ഫ്രോസൺ എയർ. ഓർ ഇൻ വൈൽഡ് ഡിസ്പെയർ പിക്ക് എ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് എയർ. അല്ലെങ്കിൽ എന്താണ്, അവിടെ എന്താണ്, ഇരുട്ടാണ് അല്ലേ? ആ ഇരുട്ടിനെ എൻ്റെ കൈകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സൂക്ഷിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്നാണ് കവയിത്രി പറയുന്നത്. The poet expresses her desire to go to her grandmother's house because she is emotionally attached to it since her childhood. ബാല്യകാലം തുടങ്ങിയ ആ വീടുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും പോയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പോണം എന്നുള്ളത്. ഷീ വാണ്ട്സ് ടു ലുക്ക് ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓഫ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. എന്താണ് ആ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിന്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് നോക്കണം, ആ കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക. ടു പിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒളി കണ്ടിട്ട് നോക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അത് നോക്കണമെന്നാണ് കവയിത്രി പറയുന്നത്. When she mentions the blind eyes of windows, it implies that there is no one left in the house. അല്ലേ? അവിടെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ആരും തന്നെ ഇല്ല, പിന്നെ എന്താണ്, വിൻഡോസിന് കാഴ്ചകൾ കാണാനുള്ള കഴിവുമില്ല എന്നാണ് കവയിത്രി ഉദ്ദേശിക്കുന്നത്. She yearns to experience the stillness, the frozen air, indicating that the house is locked up, untouched by fresh breezes. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും, അവിടെ തണുത്തുറഞ്ഞ കാറ്റാണോ ഉള്ളത്. കാരണം എന്താണ്, ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ? ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഭയങ്കര തണുത്തുറഞ്ഞ കാലാവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ഫ്രഷ് എയർ വരുന്നില്ല. നമ്മൾക്കറിയാം, വാതിലൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്ന് വീടൊക്കെ ഓപ്പൺ ആയിട്ടിരുമ്പോഴാണ് വായു സഞ്ചാരം ആ റൂമിലും വീട്ടിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ല, കാരണം ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് വൈ ഫ്രോസൺ എയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ദ ഹൗസ് ഇസ് ലോക്ക്ഡ് അപ്പ് അൺടച്ച്ഡ് ബൈ ഫ്രഷ് ബ്രീസസ് അല്ലേ? നല്ല ഫ്രഷ് വായു ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ല. ഉള്ള വായു എന്ന് പറയുന്നത് തണുത്തുറഞ്ഞ അവസ്ഥയിലുള്ള വായു ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത്. The poet further says that she wants to bring the darkness of her grandmother's house with her in her troubled life. എന്താണ്, എൻ്റെ ഈ കുഴപ്പം പിടിച്ച ജീവിതത്തിൽ എനിക്ക് എന്താ കൂട്ടായിട്ട് വേണ്ടത്? എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെ ഇരുട്ടാണ് എനിക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് മദറിൻ്റെ ഇരുട്ട് ഒരു കൈ നിറയെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കണം എന്നാണ് പോയറ്റസ് ആഗ്രഹിക്കുന്നത്. Behind my bedroom door, like a brooding dog, you cannot believe, darling, can you, that I lived in such a house and was proud and loud, I who have lost my way and beg now at strangers' door to receive love, at least in small change. എന്താണ് കവയിത്രി പറയുന്നത്? ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിക്കൽ ഒരു പട്ടിക്കുട്ടിയെ പോലെ യു കനോട്ട് ബിലീവ് ദാറ്റ് ഡാർലിംഗ്, ക്യാൻ യു, എന്താണ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഡാർലിംഗ് എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത് എന്നല്ല, ലൈക്ക് ചിലപ്പോൾ ഒരു സങ്കല്പത്തിലുള്ള ഭാവത്തിലാണ് കവി ഉദ്ദേശിക്കുന്നത്. ആരാണ് അവിടെ ഉള്ളതെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. Can you that I lived in such a house and was proud and loud. ഞാൻ ഇതുപോലൊരു വീട്ടിലാണ്. അപ്പോൾ ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്തിരി ശോചനീയമാണ്, എങ്കിലും ഞാൻ ജീവിച്ചിരുന്നത് ഇത്രയും നല്ലൊരു വീട്ടിലാണ്. ഇവിടെ ജീവിച്ചിട്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കപ്പെട്ടിരുന്നു. ഞാൻ ഇവിടെ ജനിച്ചതിലും ഒക്കെ അഭിമാനം കൊള്ളുന്നുണ്ട് എന്നാണ് കവയിത്രി പറയുന്നത്. I who have lost my way. ഇപ്പം എൻ്റെ വഴി തെറ്റി. I now beg now at strangers. ഞാനിപ്പോൾ അപരിചിതരോട് യാചിക്കുകയാണ്. എന്തിനാണ്? ഡോസ്, അപരിചിതരുടെ വാതിക്കലൊക്കെ പോയി മുട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അളവിലെങ്കിലും എനിക്ക് സ്നേഹം തരുമോ എന്ന് അപരിചിതരോട് ആവശ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് കവയിത്രി ഉള്ളത്. കാരണം കവയിത്രിക്ക് ആവശ്യത്തിലധികം സ്നേഹം കൊടുത്ത് വളർത്തിയ ഒരാളാണ് കവയിത്രിയുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോസ്, ആ വീടിൻ്റെ അവസ്ഥ, ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ ഉമ്മ ഇല്ലാത്ത അവസ്ഥയൊക്കെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഓതറിനെ. ആ ഇത് വെച്ചിട്ടാണ് കവി ഈ പോം എഴുതിയിരിക്കുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളത്. മനസ്സിലായില്ലേ?
The poet expresses deep pride in the wonderful memories she holds from her grandmother's house. അപ്പോൾ അമ്മുമ്മയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തെ മുഴുവൻ മെമ്മറീസും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഓർക്കുന്നത്. വളരെ സന്തോഷവും അഭിമാനത്തോടുകൂടിയാണ് അവിടെ ചെലവഴിച്ച ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുന്നത്. However, since her grandmother is no longer with her, she finds herself in a situation where she must seek love from strangers. അല്ലേ, ഗ്രാൻഡ് മദർ ഇല്ലാണ്ടായപ്പോൾ എനിക്ക് സ്നേഹത്തിന് വേണ്ടി അപരിചിതരോട് യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞല്ലോ, അത്രത്തോളം സ്നേഹിച്ചിരുന്നു അമ്മുമ്മ. She acknowledges that the love she receives may not match the warmth she had with her grandmother, but she still hopes for at least a small portion of that affection from mother. എന്താണ്, എനിക്ക് കിട്ടുന്ന സ്നേഹം ഒരിക്കലും ഗ്രാൻഡ് മദറിന്റെ സ്നേഹവുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഇച്ചിരി ചെറിയ അളവിലെങ്കിലും ചെറിയ തോതിലെങ്കിലും എനിക്ക് കിട്ടുന്ന സ്നേഹം അതുമായിട്ട് അത്രയെങ്കിലും മാച്ച് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പോം കഴിഞ്ഞു. നമ്മുടെ സമ്മറി പോമിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൻ്റെ വിഷമവും സങ്കടമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ. ഇപ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്തപ്പോൾ നമുക്കറിയാം അതിൻ്റെ വിഷമം. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ തണൽ എന്ന് പറയുന്നത്. വേറൊരു ഡിഫറെൻ്റ് ആണ്, ഒരു പാരൻസിൻ്റെ പോലെ അല്ല. ഇത്രയും കൂടി പാരൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലവിങ് ആൻഡ് സ്ട്രിക്റ്റ് ടുഗെദർ ആണ്. ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ലവിങ് മാത്രമാണ് കൂടുതൽ കാണാറ് അല്ലേ. അപ്പോൾ വളരെ മനോഹരമായ ഒരു പോമായിരുന്നു അല്ലേ. പിന്നെ നമുക്കിനി ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് വുമൻ ഡൈഡ്, ഹു ഈസ് ദ വുമൻ റെഫേർഡ് ടു ഹിയർ? അപ്പോൾ ആ സ്ത്രീ മരിച്ചു. ഹൗ ഷീ ഈസ് റിലേറ്റഡ് ടു ദ പോയിന്റ്. അപ്പോൾ എന്താണ്, ആ സ്ത്രീ മരിച്ചു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ ആരാണ്? അവൾ കവിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ ഏതാണ്? നിങ്ങൾക്ക് തന്നെ ഉത്തരം എഴുതാവുന്ന ചോദ്യമാണ്. എന്താണ്, ഗ്രാൻഡ് മദർ ആണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ? അമ്മുമ്മയുടെ മരണശേഷം വീടിന് എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ഹെർ ഡെത്ത് ദ ഹൗസ് വിഡ്രൂ ഇൻ ടു സൈലൻസ് ആൻഡ് ദ സ്നേക്ക് മൂവ്ഡ് അമംഗ് ബുക്സ്. എന്താണ്, അമ്മുമ്മയുടെ മരണശേഷം വീട് നിശബ്ദതയിൽ അല്ലെങ്കിൽ ശ്മശാന മൂകതയിൽ ആണ്ടുപോയി ബുക്കിന്റെ പുറത്തു കൂടെയൊക്കെ പാമ്പെഴുന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, to lie behind my bedroom door like a brooding dog means that the memories will always remain with the poet. The memories will lie uncared for in a corner. The memories are important as a dog. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? The memories will always remain with the poet അല്ലേ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പോയിറ്റ് വോണ്ട്സ് ടു ഗോ ബാക്ക് ടു ദ ഹൗസ്. കവി വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്? ടു പിയർ, ടു ലിസൺ, ടു പിക്ക്. എന്താണ് ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് നമുക്കുള്ളത്. ടു പിയർ, വാട്ട് ദ പോയിറ്റ് വാണ്ട് ടു പിയർ? ടു പിയർ, ദ പോയിറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു ദ ഹൗസ് ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ആണ്. ടു ലിസൺ ടു ദ ഫ്രോസൺ എയർ, ലിസൺ ടു പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ വിൻഡോയിൽ കൂടെ ബ്ലൈൻഡ് ഐസ് വിൻഡോ കൂടെ നോക്കണം. പിന്നെ എന്താണ് കേൾക്കാനുള്ളത്? ഫ്രോസൺ എയർ. ഫ്രോസൺ എയർ ആണ് കേൾക്കാനുള്ളത്. പിക്ക് ആണെങ്കിലോ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ആണ്, ഇരുട്ടാണ്. കൈ നിറയെ ഇരുട്ടാണ് എടുക്കാനുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഫോർ ദ എക്സ്പ്രഷൻ ആൻഡ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. പദപ്രയോഗത്തിന് ഏറ്റവും അനുയോജ്യമായ അർത്ഥം തിരിച്ചറിയുക. ആൻഡ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സാഡ് ഡേയ്സ്, ഡാർക്ക്നെസ് ഓഫ് ദ പാസ്റ്റ്, മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. എന്താണ്, മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ, ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കണേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ലാസ്റ്റ് 3 lines ഓഫ് ദ പോം ദ പോയറ്റ് തിങ്സ് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ. ഞാനൊരു യാചികയാണ്, ഞാൻ സ്ട്രേഞ്ചേഴ്സിന്റെ വാതിൽക്ക് പോയി യാചിക്കുകയാണെന്ന് കവിയത്രി പറയുന്നുണ്ട്. കവിതയുടെ അവസാനത്തെ 3 വരികളിൽ കവി സ്വയം ഒരു ഭിക്ഷക്കാരിയായി കരുതുന്നു. വാട്ട് ഇസ് ഷീ ബെഗിങ് ഫോർ? എന്താണ് ബെഗ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മോൾ ചേഞ്ച്? സ്മോൾ ചേഞ്ച് എന്ന വഴി എന്താണ് അർത്ഥമാക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബെഗിങ് ഫോർ, ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയാണ് യാചിക്കുന്നത്. സ്മോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈ ആർ ദ ഐസ് ഓഫ് ദ വിൻഡോ ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൈൻഡ്? ജനലുകളുടെ കണ്ണുകളെ അന്ധമായി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വിൻഡോസ് ഡു നോട്ട് സീ എനിത്തിങ്, വി ക്യാൻ സീ ത്രൂ ദം. അല്ലെ, വിൻഡോസിനൊന്നും കാണാൻ പറ്റുന്നില്ല, നമ്മളാണ് കാഴ്ചകൾ കാണുന്നത്. പിന്നെ ഗ്രാൻഡ് മദർ ഓൾറെഡി മരിച്ചുപോയി, അവിടെ കാണാനും ആരുമില്ല എന്നുള്ളതും കൂടി കവി ഉദ്ദേശിക്കുന്നുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ എയർ ഇൻ ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇസ് ഫ്രോസൺ. വൈ? അമ്മുമ്മയുടെ വീട്ടിലെ വായു തണുത്തുറഞ്ഞ നിലയിലാണ്. എന്തുകൊണ്ട്? ഡ്യൂ ടു സൈലൻസ് ആൻഡ് ലോൺലിനെസ്.
ആയതുകൊണ്ടിട്ടാണ് അല്ലെ, നിശബ്ദവുമാണ് ഏകാന്തവുമായതുകൊണ്ടിട്ടാണ് ആ വീട്ടിലെ വായു തണുത്തുറഞ്ഞ നിലയിലാണെന്നുള്ള അവസ്ഥയിലാണ് എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, which words tells you that the poet is talking to someone? What is she talking about? കവി ആരോടെങ്കിലും സംസാരിക്കുകയാണെന്ന് ഏത് വാക്കുകളാണ് നിങ്ങളോട് പറയുന്നത്? അവർ എന്താണ് സംസാരിക്കുന്നത്? നമുക്ക് തോന്നും അല്ലെ, ആരോ ഉണ്ടല്ലോ എന്ന് തോന്നും. ഏത് വരിയാണത്? The word darling. She is talking about the house that she lived in and the love she received from this house. കവി സംസാരിക്കുന്നത് ആരോടോ സംസാരിക്കുന്നുണ്ട്. The word darling ആണ് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം തരുന്നത്. പക്ഷെ ആരോട് സംസാരിക്കുന്നു എന്ന് വ്യക്തമല്ല കവിതയിൽ നിന്ന്. She is talking about the house that she lived in and the love she received from the house. വീട്ടിലെ അവസ്ഥയും ആ ജീവിതവും അതൊക്കെയാണ് കവി പറയുന്നത് അല്ലെ. നമുക്ക് ആരോടാണെന്നുള്ളത് വ്യക്തമായിട്ട് കവിതയിൽ പറയുന്നില്ല. 10th one, how does the house itself share the grief of grandmother's death? ഈ ഗ്രാൻഡ് അമ്മൂമ്മയുടെ മരണത്തിന്റെ ദുഃഖത്തിൽ ആ വീട് എങ്ങനെയാണ് പങ്കുചേരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. The house withdrew into silence and snake moved among books. വീട് എങ്ങനെയാണ് നിശബ്ദതയിൽ ആണ്ടുപോയിട്ടാണ് അമ്മൂമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് അല്ലെ. പിന്നെയോ പാമ്പുകൾ ബുക്കിന്റെ പുറത്ത് എഴഞ്ഞു നടപ്പുണ്ട്. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസും അഡീഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സാം പോയിന്റ്സിന്റെ ബുക്ക് റെഫർ ചെയ്താൽ മാത്രം മതി. മിസ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആൻസർ ചെയ്തിരിക്കുന്നതൊക്കെ എക്സാം പോയിന്റ് ബുക്ക് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ആക്ടിവിറ്റീസിലോട്ടൊന്ന് പോവാം. ലെറ്റ്സ് റീവിസിറ്റ് ചെയ്തിട്ട്, അതായത് ആ കവിതയിലോട്ടൊന്നും കൂടെ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ് ഇനിയുള്ളത്. ആക്ടിവിറ്റി 1. The poet thinks of a past. How is a present different from the past? കവി എപ്പോഴും പാസ്റ്റിനെ കുറിച്ച്, ഭൂതകാലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഭൂതവും അതായത് പ്രസന്റ് ടൈമും പാസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീ ഹാഡ് ബീൻ ഗിവൺ മച്ച് ലവ് ഇൻ ദ പാസ്റ്റ് അല്ലെ. പണ്ട് ആ കുഞ്ഞായിരിക്കും ഒരുപാട് സ്നേഹം കിട്ടി വളർന്ന ഒരു കുട്ടിയാണ്. ബട്ട് അറ്റ് പ്രസന്റ് ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് കവി എന്താണ്, സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കവിക്കുള്ളത്. Find hints or phrases from the poem which give you the idea that the house was deserted after the death of the grandmother. ആൻസർ എന്താണ്? The house withdrew into silence and snake moved among the books ആണ് നമുക്ക് ആ ഒരു ഐഡിയ തരുന്നത്. കാരണം ആ വീട് ഒരു മരുഭൂമി പോലെ ആയിക്കപ്പെട്ടു എന്നുള്ള ഒരു ഐഡിയ തരുന്നത് ആ ലൈനാണ്. ആക്ടിവിറ്റി 2 പോകുന്നത്. Look at the phrase blind eyes of windows. Do you think that windows have eyes? Aren't eyes a feature of living beings? Is the poet attributing human qualities to windows? How? എന്താണ് ഈ ആ വരി കണ്ടില്ലേ? ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, കണ്ണ് കാണാത്ത അന്ധമായ കണ്ണുകൾ ജനലുകളുടേന്ന്, അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിൻഡോസിന് കണ്ണുണ്ടോ? വിൻഡോസ് does not have eyes. Eyes a feature of living beings is attributed to the windows. നമ്മുടെ ഫീച്ചർ ആണ്, നമ്മുടെ ഒരു ക്വാളിറ്റി ആണ്. അതിന് കൊടുത്തിരിക്കുന്നത്, അതിന് പറയുന്ന പേരെന്താണ്? പേഴ്സോണിഫിക്കേഷൻ. കാരണം നമ്മുടെ ഒരു ക്വാളിറ്റി ഒരു ജീവനില്ലാത്ത വസ്തുവിന് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ബിക്കംസ് പേഴ്സോണിഫിക്കേഷൻ. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഇസ് എ പോയറ്റിക് ഡിവൈസ്. ഒരു പോയറ്റിക് ഡിവൈസ് ആണത്. പേഴ്സോണിഫിക്കേഷൻ വഴിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. Here the poet uses personification. Clear ആയല്ലോ? personification എന്താണ്? Personification is a figure of speech where a thing, an idea or an animal is given human attributes. നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസും ട്രേറ്റ്സും ആട്രിബ്യൂട്ട്സ് ഒക്കെ ആർക്ക് കൊടുക്കുന്നു? ജീവനില്ലാത്തവരോ മൃഗങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ദ ബ്രീസ്. ഫ്ലവേഴ്സ് എന്താണ്? ഡാൻസ് ചെയ്തു, മനുഷ്യരെ പോലെ ഡാൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് കാറ്റത്ത്. സോ ദാറ്റ് ബിക്കംസ് എ പേഴ്സോണിഫിക്കേഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിക്ക് ഔട്ട് അനദർ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഫ്രം ദ പോം. കവിതയിൽ നിന്ന് വേറെ പേഴ്സോണിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹൗസ് വിത്ഡ്രൂ ഇൻ ടു സൈലൻസ് അല്ലെ. വീട് നിശബ്ദതയിലോട്ട് പോയിന്ന്. നമ്മൾ ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കില്ലേ? അപ്പം നമ്മുടെ ഒരു ആട്രിബ്യൂട്ടാണ് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതും പേഴ്സോണിഫിക്കേഷൻ തന്നെയാണ്. Activity 3. My blood turned cold like the moon is an example of simile. Pick out another simile from the poem. എന്താണ്? ലൈക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് സിമിലി അല്ലെ. ലൈക്കോ ആസ്, ഇവിടെ ലൈക്ക് ഉണ്ട്. ലൈക്ക് ദ മൂൺ. My blood turned cold like the moon. That is an example of simile. അപ്പോൾ സിമിലി എന്താണെന്ന് അറിയാലോ നമുക്ക്. Pick out another simile from the poem. Behind my bedroom door like a brooding dog. കണ്ടല്ലോ അല്ലേ? ലൈക്ക് ദ ബ്രൂഡിങ് ഡോഗ്. അപ്പോൾ ഇവിടെ ലൈക്ക് എന്ന വേർഡാണ് നമ്മൾ എന്ത് സിമിലിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന വാക്ക് അല്ലേ. ആക്ടിവിറ്റി 4. Blood turned cold is an instance of a tactile image.
ഫൈൻഡ് ഔട്ട് അതർ ഇമേജ് ഫ്രം ദ പോയം. ബ്ലഡ് എന്താണ്? ഒരു ടേൺഡ് കോൾഡ്, അതൊരു ടാക്ടൈൽ ഇമേജ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ ഇമേജസ് ഫ്രം ദ പോം. വേറെ ഇമേജസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സ്നേക്ക് മൂവ്ഡ് എമംഗ് ബുക്സ്. അപ്പം നമുക്കതൊരു വിഷ്വൽ ഇമേജ് കിട്ടിയോ? പാമ്പ് വീഴണ കാണാൻ പറ്റുന്നുണ്ടോ? മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് എ മൂൺ, ടാക്ടൈൽ ഇമേജ് ആണ്. പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് എന്താണ്? ഒരു വിഷ്വൽ ഇമേജ് ആണ്. ലിസൺ ടു ദ ഫ്രോസൺ എയർ എന്ന് പറയുന്നത് ഓഡിറ്ററി ആണ്. പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, ടാക്ടൈൽ ഇമേജ് ആണ്. ബൈ നൗ അറ്റ് എ സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ് എന്നുള്ളതും വിഷ്വൽ ഇമേജ് ആണ്. അപ്പോൾ ഇത്രയും ഇമേജസ് ആ ചെറിയ പദ്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു ഓഥറിൻ്റെ കഴിവാണ്, മനസ്സിലായി? ഇമേജറി എന്ന് പറയുന്ന ഒരു സംഭവമാണ് പോയറ്റിക് ഡിവൈസ് ആയിട്ട് വരുന്നത്. ഇമേജറിയാണ് പോയറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ സീ ഈച്ച് ആൻഡ് എവറിത്തിങ് ദ പോയറ്റ് സീസ് ഓർ ഫീൽ ഓർ അണ്ടർസ്റ്റാൻഡ്. സെൻസസ്, നമ്മുടെ സെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ഷോർട്ട് പോം റിട്ടൺ ബൈ കമല സുരയ്യ, കമല ദാസ് ഓർ മാധവിക്കുട്ടി അല്ലേ, 3 പേരുമുണ്ട്. അപ്പം നമുക്ക് കമല ദാസ് എന്നോ കമല സുരയ്യ എന്നോ എന്തെങ്കിലും പറയാം. ഇപ്പോൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ആ പേരിലാണ് ആള്. അപ്പോൾ എന്തായാലും Grandmother's House is a poem that tells about some memories of the poet who was loved by her grandmother a lot. അല്ലേ, അമ്മൂമ്മ കുറേ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയുടെ സങ്കടമാണ്. അമ്മൂമ്മ മരിച്ചു കഴിയുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥയും ആ വീട്ടിലുണ്ടാവുന്ന, പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ അമ്മൂമ്മ ഇല്ലാത്ത ഒരു സിറ്റുവേഷനും ഒക്കെ കാണുമ്പോൾ ആ വീടിന്, അതുകൊണ്ടായിട്ടാണ് കവി അങ്ങനെ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ കവിത വളരെ സിമ്പിളാണ്, ഭയങ്കര സൈലൻസ് ആണ്. എനിക്ക് ഓർമ്മ മീൻസ് എനിക്ക് ഭയങ്കര സ്നേഹം കിട്ടിയിരുന്നു, ഇപ്പം എനിക്കത് കിട്ടുന്നില്ല. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ശരിക്കും അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയണ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്ന കാലത്ത് കവിയെ ഒരുപാട് സ്നേഹിക്കാൻ ആരുണ്ടായിരുന്നു, കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്നേഹം നഷ്ടമായപ്പോൾ കവിക്ക് ആ സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് വേറൊരു സ്നേഹം കിട്ടിയിട്ടില്ല എന്നാണ് കവി പറയുന്നത്. അപ്പോൾ നല്ലോണം നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു അല്ലേ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഡോട്ടറും തമ്മിൽ. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് ഒരു വളരെ ഷോർട്ട് പോമായിരുന്നു വിത്ത് എ സിമ്പിൾ മീനിങ് ദാറ്റ് ഗീവ്സ് us some memories of the poetess ഗ്രാൻഡ് മദർ അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ചിൽഡ്രൻ.